വാൽപ്പാറ വാഹനാപകടത്തിൽ മരിച്ച 9 പേരുടെയും മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസുകൾ ഇപ്പോൾ പാങ് സ്കൂളിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 2.5 മണിക്കൂർ യാത്രയ്ക്കൊടുവിൽ അവർ സ്വന്തം നാട്ടിൽ എത്തിച്ചേരും. ഇപ്പോൾ പാങ്ങിലെ സ്കൂളിൻ്റെ മുറ്റത്ത് നിന്ന്, അവരുടെ പൊതുദർശനം നടക്കുന്ന സ്കൂളിൻ്റെ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുറ്റത്ത് നിന്ന് ഇപ്പോൾ ശാന്തകുമാർ ചെയ്യുന്നുണ്ട്. ശാന്തകുമാർ, ഇപ്പോൾ അവിടെ അതിനുള്ള തയ്യാറെടുപ്പുകൾ, പൊതുദർശനത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയല്ലോ. എത്ര സമയമായിരിക്കും പൊതുദർശനം ഉണ്ടാവുക? എന്താണ് അവിടെ നിന്നുള്ള മറ്റു വിവരങ്ങൾ? ഹർഷൻ, രാവിലെ 9 മണിയോടുകൂടി മൃതദേഹം ഇവിടെ എത്തുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. പൊള്ളാച്ചിയിൽ നിന്നും പോന്ന് ഇവിടെ എത്തുന്നതിനുള്ള ആ സമയം മാത്രമാണ് ഇപ്പോഴുള്ളൂ. അതിനുശേഷം ഈ 9 പേരുടെയും പാങ് അമ്പലപ്പറമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്നത്. 9 മൃതദേഹങ്ങളും പൊതുദർശനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അതായത് 9 മൃതദേഹങ്ങളും ഫ്രീസറിൽ തന്നെയാണ് വെക്കുന്നത്. ആ ഫ്രീസറിൽ തന്നെ ഇന്ന് ആളുകൾക്ക് അന്ത്യോപചാരം അർപ്പിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ സ്കൂളിൻ്റെ മൈതാനിയിൽ തയ്യാറാക്കിയ പ്രത്യേക പന്തലിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുള്ളത്. ഏകദേശം 9 മണിയോടുകൂടി ഇവിടെ എത്തിയതിനു ശേഷം 1 മണിക്കൂറുമാണ് പൊതുദർശനം എന്നാണ് ഇപ്പോൾ ധാരണയായിട്ടുള്ളത്. പക്ഷേ നിരവധി പേർ ഇപ്പോൾ തന്നെ ഈ സ്കൂളിൻ്റെ പുറത്ത് എത്തിയിട്ടുണ്ട് അന്ത്യോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി. ഇനിയും കൂടുതൽ പേർ എത്തുമെന്നുള്ള യാതൊരു തർക്കവുമില്ല. 9 പേരുടെയും മൃതദേഹങ്ങൾ ഇവിടെ പൊതുദർശനത്തിന് ശേഷം 1 മണിക്കൂറിന് ശേഷം അതത് വീടുകളിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അവിടെ അവരുടെ ആചാരപ്രകാരമുള്ള മറ്റ് അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുകയാണ് ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനകത്ത് അബ്ദുൽ മജീദ് അധ്യാപകനാണ്. അധ്യാപകൻ, അവരുടെ ഭാര്യ റുക്കിയ, ഇവരെ പാങ് മാട്ടത്തും ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിലാണ് ഖബറടക്കുന്നത്. ഒപ്പം തന്നെ റംല അധ്യാപികയാണ്. ഒപ്പം തന്നെ സാജിദ പാചക തൊഴിലാളിയാണ്. ഷക്കീല അധ്യാപിക. ഇവരെ 3 പേരെയും പാങ് വലിയ ജുമാഅത്ത് പള്ളി ഖബറിസ്ഥാനിലാണ് ഖബറടക്കുക. മറ്റൊന്ന് അധ്യാപികയും മകനും മരണപ്പെട്ട സുഹറ, അതുപോലെ തന്നെ അവരുടെ മകൻ ഹാഷിം, ഇവരെ ഈസ്റ്റ് പാങ് ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിലും ഖബറടക്കും. മറ്റൊന്ന് പ്രധാന അധ്യാപിക അജിതയെ ഷൊർണൂർ ശാന്തിതീരം ശ്മശാനത്തിലാണ് അവരുടെ സംസ്കാര ചടങ്ങുകൾ. മറ്റൊരു അധ്യാപിക ആശയാണ്. അവരെ കൊളത്തൂരിലുള്ള ഈ സ്കൂളിന് പാങ്ങിൽ നിന്നും ഏകദേശം 7 കിലോമീറ്റർ അപ്പുറത്താണ് കൊളത്തൂരിലുള്ള അവരുടെ തറവാട്ട് വീട്ടിലെ വളപ്പിൽ തന്നെയാണ് അവരുടെ സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. എന്തായാലും അതാത് വീടുകളിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് 1 മണിക്കൂറോളമാണ് ഇപ്പോൾ പാങ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനത്തിന് വയ്ക്കുക. ആ പൊതുദർശനത്തിൽ ഈ നാടിൻ്റെ മുഴുവൻ ആളുകൾക്കും അന്ത്യോപചാരം അർപ്പിക്കാനുള്ള സൗകര്യമാണ് ഇപ്പോൾ ഈ നാട്ടുകാർ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. മൃതദേഹങ്ങൾ ആംബുലൻസുകളിൽ എത്തി ഇവിടെ ഈ സ്കൂളിൽ എത്തുന്നതിന് ശേഷം തുടർ നടപടികളിലേക്ക് ഇവിടെ മറ്റ് ക്രമീകരണങ്ങൾ, ആളുകളെ നിയന്ത്രിക്കുന്നതിനും മറ്റുമുള്ള ക്രമീകരണങ്ങളെല്ലാം പോലീസ് ഉൾപ്പെടെ ഔദ്യോഗിക സംവിധാനങ്ങൾ ഉൾപ്പെടെ ഇവിടെ ഉണ്ട്. അതാണ് ഇപ്പോൾ ഈ പാങ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലുള്ള ക്രമീകരണത്തിൻ്റെ ഭാഗമായി നടന്നു വരുന്ന 9 പേരെയും ഒരേ പന്തലിൽ തന്നെയാണ് ഇപ്പോൾ പൊതുദർശനത്തിന് വേണ്ടി തയ്യാറാക്കി. അതിനുള്ള സംവിധാനങ്ങളാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ഒരു നാട് ആകെ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഈ പാങ്ങിൽ കാണാൻ കഴിയുക. അത്രയധികം ഈ നാടിനെ സ്നേഹിക്കുന്ന നാട്ടുകാർക്കൊപ്പമുള്ള അധ്യാപകരാണ് അവർക്ക് നഷ്ടമായത്. ഏറെ കാലമായി ഈ നാട്ടിലെ തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്ന നിരവധി ശിഷ്യരുള്ള അധ്യാപകർ, അവരുടെ സഹപ്രവർത്തകർ, ഒപ്പം തന്നെ അവരുടെ കുടുംബാംഗങ്ങളെല്ലാമാണ് ഇപ്പോൾ ഈ ദുരന്തത്തിൽ മരണം സംഭവിച്ചത്. ഏറെ സങ്കടത്തോടു കൂടി തന്നെയാണ് ഈ നാട്, ഏറെ ദുഃഖത്തോടു കൂടി തന്നെ ഈ നാട് എന്തായാലും അതിനെ കാണുന്നത്. അതിനുള്ള അവർക്ക് അന്ത്യോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളുമാണ് ഇപ്പോൾ ഈ പാങ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നത്. ഹർഷൻ, ഇപ്പോൾ അശ്വിൻ ചേരുന്നുണ്ട്. ആ ആംബുലൻസുകൾക്കൊപ്പം അശ്വിൻ കൂടിയുണ്ട്. അശ്വിൻ എവിടെ എത്തി? സച്ചിൻ ചേരുന്നുണ്ട്. സച്ചിൻ, എവിടെ എത്തി ഇപ്പോൾ ഈ ആംബുലൻസുകൾ? ഹർഷൻ, നിലവിൽ പാലക്കാട് നഗരം പിന്നിട്ടു ഒലവക്കോടേക്ക് ആംബുലൻസ് കടന്നിരിക്കുകയാണ്. അല്പസമയത്തിന് മുൻപാണ് പാലക്കാട് നഗരം പിന്നിട്ടുകൊണ്ട് ഇപ്പോൾ ഒലവക്കോടേക്ക് ആംബുലൻസ് എത്തിയിട്ടുള്ളത്. എന്തായാലും ഒരു 8:30 തന്നെ മലപ്പുറം ജില്ലയിലെ പാങ്ങിലേക്ക് ആംബുലൻസുകൾ എത്തിച്ചേരും. പാലക്കാട് നഗരം പിന്നിട്ട് ആംബുലൻസ് ഇപ്പോൾ ഒലവക്കോടേക്ക് എത്തിയിരിക്കുകയാണ്. 9 ആംബുലൻസുകൾക്കും അകമ്പടിയായി കേരള പോലീസിൻ്റെ വാഹനം മുന്നിലുണ്ട്. അതേപോലെ തന്നെ
തന്നെ മലപ്പുറം സബ് കളക്ടർ അടക്കമുള്ളവരുടെ വാഹനവും ഈ ആംബുലൻസുകൾക്ക് ഒപ്പമുണ്ട്. ഈ 6 മണിയോടുകൂടിയാണ് പൊള്ളാച്ചിയിൽ നിന്നും 9 പേരുടെ മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസുകൾ പുറപ്പെട്ടത്. ഇന്നലെ രാത്രിയോടുകൂടെ ആരംഭിച്ച പോസ്റ്റ്മോർട്ടം ഇന്ന് പുലർച്ചെ 3:45 പൂർത്തിയായത്. ദ്രുതഗതിയിലായിരുന്നു ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം നടത്തിയിട്ടുള്ളത്. രാത്രിയോടുകൂടെ തന്നെ സംസ്ഥാനത്തെ മന്ത്രിയായിട്ടുള്ള കെ കൃഷ്ണൻകുട്ടി അടക്കമുള്ളവർ പൊള്ളാച്ചിയിലെ ആശുപത്രിയിൽ എത്തിയിരുന്നു. തമിഴ്നാട് സർക്കാരുമായി കൃത്യമായി ആശയവിനിമയം നടത്തിയതിന് ശേഷമാണ് രാത്രിയിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചത്. മരിച്ചവരുടെ ഓരോ ബന്ധുക്കളും എത്തിയതിന് ശേഷം മൃതദേഹങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷമാണ് പോസ്റ്റ്മോർട്ടം നടപടികളിലും അതേപോലെ തന്നെ ഇൻക്വസ്റ്റ് നടപടികളിലേക്കെല്ലാം തമിഴ്നാട് ആരോഗ്യവകുപ്പും അതേപോലെ തന്നെ പോലീസെല്ലാം കടന്നത്. കൃത്യമായ രീതിയിൽ മലപ്പുറത്ത് നിന്നും മരിച്ചവരുടെ ഉറ്റ ബന്ധുക്കളെല്ലാം പൊള്ളാച്ചിയിലെ ആശുപത്രിയിലേക്ക് എത്തുകയായിരുന്നു. കൂടാതെ അവരെ മൃതദേഹങ്ങളെല്ലാം തിരിച്ചറിഞ്ഞതിന് ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുകയായിരുന്നു. ഏറെ ദുഃഖിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ബന്ധുക്കളെല്ലാം ആശുപത്രിയിൽ എത്തിയപ്പോഴും കാണാൻ വേണ്ടി സാധിച്ചത്. കാരണം പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അമ്മയും മകനെയും ഒക്കെ നഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ അമ്മയും മകനും മരിച്ചു. അത്തരം ഒരു സാഹചര്യത്തിൽ വലിയ ഒരു ദുഃഖത്തിൽ തന്നെയായിരുന്നു നാട് ഒന്നാകെ ഉണ്ടായിട്ടുള്ളത്. കൂടാതെ തന്നെ മലപ്പുറത്തെയും അതേപോലെ തന്നെ കേരളത്തിലെയും വിവിധ ഭാഗങ്ങളിൽ നിന്നെല്ലാം തന്നെ മലയാളികളെല്ലാം ഈ അപകട വാർത്ത അറിഞ്ഞതിനെ തുടർന്ന് പൊള്ളാച്ചിയിലെ ആശുപത്രിയിൽ എത്തിയിരുന്നു. നിരവധി പേരാണ് പൊള്ളാച്ചിയിലും അതേപോലെ തന്നെ കോയമ്പത്തൂരിലും എല്ലാമായി നിരവധി മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്. അവരെല്ലാം ഇത്തരത്തിൽ അപകട വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തുകയും അവിടെയുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം മേൽനോട്ടം വഹിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾക്കടക്കം വിനോദസഞ്ചാരത്തിനായി വാൽപ്പാറയിൽ എത്തിയവരെല്ലാം രക്ഷാപ്രവർത്തനത്തിലും പങ്കാളികളായിരുന്നു. അവരുടെ വാക്കുകൾ ഇന്നലെ ഏറെ സങ്കടകരമായ വാക്കുകൾ തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. കാരണം രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടപ്പോൾ പോലും ഈ അപകടത്തിൻ്റെ വ്യാപ്തിയുടെ ആഘാതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില കൈകാലുകൾ നഷ്ടപ്പെട്ടതും അതുപോലെയുള്ള മൃതദേഹങ്ങളെല്ലാമാണ് എടുത്ത് ആംബുലൻസിൽ കയറ്റിയത് എന്നാണ് രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടായിരുന്ന മലയാളികളായിട്ടുള്ള ആളുകളെല്ലാം പങ്കുവച്ചിട്ടുള്ളത്. എന്തായാലും തമിഴ്നാട്ടിലെ പോലീസും അതേപോലെ തന്നെ തമിഴ്നാട്ടിലെ ജനങ്ങളെല്ലാം തന്നെ അപകടം നടന്ന ഉടൻ തന്നെ രക്ഷാപ്രവർത്തനങ്ങളിലെല്ലാം ഏർപ്പെട്ടിരുന്നു. എന്നിട്ട് പോലും 9 ജീവനുകളാണ് പൊലിഞ്ഞത്. 7 പേർ സംഭവ സ്ഥലത്ത് വെച്ചും അതേപോലെ തന്നെ 2 പേർ ഈ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴുമായിരുന്നു മരിച്ചത്. നിലവിൽ 4 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. അതിൽ 3 പേർ അതീവ ഗുരുതരാവസ്ഥയിൽ കോയമ്പത്തൂരിലെ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഒരാളെ പൊള്ളാച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥിനിയെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഇന്നലെ രാത്രിയോടുകൂടെ തന്നെ ബന്ധുക്കളെത്തി മാറ്റിയിരുന്നു. കൂടാതെ തന്നെ തമിഴ്നാട്ടിലും അതേപോലെ തന്നെ കേരളത്തിലും ചികിത്സയിലുള്ളവരുടെ പൂർണ്ണമായ ചികിത്സാ ചെലവ് കേരള സർക്കാർ വഹിക്കുമെന്ന് ഇന്നലെ തമിഴ്നാട് പൊള്ളാച്ചിയിലെ ആശുപത്രിയിൽ സന്ദർശിച്ച ശേഷം മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും വ്യക്തമാക്കിയിരുന്നു. കൂടാതെ തന്നെ എല്ലാവിധ സജ്ജീകരണങ്ങളും അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ സഹായങ്ങളും ആദ്യഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായി നടത്തിയ ആശയവിനിമയത്തിൽ പങ്കുവച്ചിരുന്നു. അതായത് തമിഴ്നാട് സർക്കാർ കൃത്യമായ ഇടപെടൽ ഇത്തരത്തിലൊരു അപകടമുണ്ടായപ്പോൾ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു ഏകോപനം തന്നെയാണ് സർക്കാരുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അപകടത്തിൽപ്പെട്ടവരുടെ വലിയ ഒരു ദുഃഖത്തിൽ തന്നെയാണ് കേരളം ഒന്നാകെ ഉള്ളത്. അത് പ്രധാനമായും അധ്യാപകരും അതേ ഒരു നാടിൻ്റെയൊക്കെ പ്രതീക്ഷകളായിരുന്ന അധ്യാപകരുടെ വലിയ രീതിയിലുള്ള ഒരു മരണം ഒരു നാടിനെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ നാളെയുടെ പ്രതീക്ഷകളായിട്ടുള്ള ചെറിയ കുട്ടികളടക്കമുള്ളവർ ഈ അപകടത്തിൽ മരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു നാടിനെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. അധ്യാപകരെ അടക്കം പോയത് ഒരു നാട്ടിലെ വലിയ രീതിയിൽ